ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് വൈറൽ ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. അപ്പോൾ എൻ്റെ താടിയായിട്ട് കുറച്ച് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ അത് പോകുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ പീൽ ഓഫ് മാസ്ക് പീൽ ചെയ്ത് കഴിയുമ്പോൾ അത് കുറഞ്ഞു പോരുന്നാണ് പറയണേ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് നോക്കണേ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രൈഡ്സ് ആയിട്ടുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പാടില്ല എന്ന്. പിന്നെ ചിലവർക്ക് മുഖത്ത് എന്തിട്ടാലും പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ കയ്യിൽ എടുത്തിട്ടാണ് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ യൂസ് ചെയ്യണേക്കാളും മുന്നൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെവിന്റെ ബാക്കിലോ കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ അത് മുഖത്ത് ഇടുന്നുണ്ട്. ഇത് ജെല്ലി കൺസിസ്റ്റൻസി പോലെയാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതിന്റെ സ്മെല്ല് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മണ്ണ് നനയുമ്പോൾ, പുതുമണ്ണ് നനയുമ്പോഴൊക്കെ ഉള്ള ഒരു സ്മെല്ലില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ലാണ്. പക്ഷെ ഇത് ചാർക്കോളാണെന്നാണ് പറയണത്. അതിനെന്താ ഇങ്ങനെ സ്മെല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി മണ്ണാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിലൊന്നും ആവാതെ നോക്കണം. പിരികത്തിന്റെ അവിടെ കണ്ണിന് ചുറ്റൊന്നും ഇടാനായിട്ട് പാടില്ല, കാരണം നമ്മളിത് പീൽ ചെയ്ത് കളയാണ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. അപ്പൊ ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. കണ്ണിന് ചുറ്റൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഹായ്, അപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞു. ഇതിന് ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ആണോ, ചെറിയൊരു പുകച്ചിലാണോ എന്നറിയില്ല, എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ടുകൊണ്ടായിരിക്കും. ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് പൊളിച്ച് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് അധികം സമയം വേണ്ടി വരും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്രൈഡ്സ് ആവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്കിൻ കെയർ ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നരാടം വെച്ചിട്ടാണ് ഇടണേ. ഇന്ന് ഇട്ടാൽ നാളെ ഇടില്ല, മറ്റന്നെയാണ് ഇടുക. പിന്നെ ഞാൻ പുതിയ പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കം വളരെ മുഖ്യമാണ്. പിന്നെ നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും സ്കിൻ എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കണം, യങ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ ചില ആൾക്കാരുണ്ട്, മുഖത്ത് എല്ലാ സാധനങ്ങളും വാങ്ങി യൂസ് ചെയ്യും, പക്ഷെ ഒരു മാറ്റം കാണുന്നില്ല എന്ന് പറയും. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ അലോവേര ജെൽ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മൾ മുഖത്ത് എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അലോവേര ജെൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മൾ ഫേസ് എപ്പോഴും വാഷ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. ഡെയിലി 2 ടൈംസ് മാത്രമേ നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാനത് ഉണങ്ങിയൊന്ന് തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ചില ഭാഗത്ത് കട്ടി കൂടിയ ഭാഗത്താണ് തോന്നുന്നുണ്ട് ഉണങ്ങാത്തത്. അങ്ങനെ ഇപ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഞാൻ വിചാരിച്ച പോലെല്ലാം തോന്നുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറിച്ചെടുക്കാനായിട്ട്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇവരെന്തിനാ അത്ര കഷ്ടപ്പെട്ട് ഇത് പറിച്ചെടുക്കുന്നത്, മുഖം കഴുകിയെടുത്തൂടെയെന്ന്. അതൊക്കെ വെറുതെയാണ്, മുഖം കഴുകിയെടുക്കാനൊന്നും പറ്റില്ല. ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കയ്യിൽ ഇട്ടപ്പോൾ തന്നെ ഇത് കഴുകി കളയാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകും തോറും ഇതിൻ്റെ ബ്ലാക്ക് കളർ ഇങ്ങനെ കൂടി വരിക ചെയ്തുകൊണ്ട് കുറേ ടൈം എടുക്കും കഴുകി കളയാനായി. സത്യം പറഞ്ഞ ഓരോരുത്തർ ഇത് മുഖത്തെടുത്ത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊളിച്ച് കളയണം, അത് പോയി കഴുകി കളഞ്ഞാൽ പോരെയെന്ന് ഞാൻ തന്നെ പലതവണ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലായത്. എല്ലാ പീൽ ഓഫ് മാസ്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് മുഖത്തിട്ട് പൊളിച്ചപ്പോൾ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസിൽ അത്യാവശ്യം കുട്ടി ഹെയർസ് ഉണ്ടായിരുന്നു. ഞാനത് കളയാറില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ 2-3 പേരൊക്കെ കൂട്ടി വിളിച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നല്ല രസമാണ് ഇത് പൊളിക്കുന്ന ഒരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ 17-14 ലോകം കാണാമെന്നൊക്കെ പറയില്ലേ, അതേപോലൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നവരോടൊരു കാര്യം, എടുത്ത് പിടിച്ച് ചാടി എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം പറയണോണ്ട് എനിക്കിപ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഒരിക്കലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാത്രമല്ല, മുഖത്ത് എന്തുണ്ടോ അതൊക്കെ പറഞ്ഞു പോരും. പിന്നെ ഇപ്പം മുഖത്തിന് നല്ല സുഖമുണ്ട്. മുഖത്തുണ്ടായിരുന്ന ആ പുകച്ചിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കൂളിംഗ് എഫക്റ്റ് അല്ലായിരുന്നു കേട്ടോ, ഒരു പുകച്ചിലായിരുന്നു. അപ്പോൾ സാധനം എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇത് ഇട്ടിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലയിടത്ത് ഇത് പറിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഞാൻ കൈയൊക്കെ വെച്ച് ഉരച്ചും മാന്തി പൊടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പ്രൊഡക്റ്റ് ആണ്. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. മുഖത്തിന് ഒരു ചെറിയ ഗ്ലോ വന്ന പോലെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇനി തോന്നുന്നതാണോന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫേസിൽ അത്യാവശ്യം ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫേസിൽ എന്ത് സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിവിടെ അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഖത്തും കണ്ണിന് ചുറ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അലോവേര ജെൽ ആയതുകൊണ്ട് മുഖം ഒന്ന് ടൈറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴുകി കളയാം.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്